ദേശാടകരാം കിളികളൊരിക്കൽ വിരുന്നു വന്നു നാട്ടിൽ വിശന്നു വന്നവർ മരങ്ങളാരെ വിളിച്ചു തണുത്ത കാറ്റിൽ ഇലകൾ മുക്കി ചില്ലകൾ അവരെ വീശി നാട്ടുകിളികളിൽ ചിലരിതു കണ്ട് കലപില കൂട്ടാനെത്തി മറ്റൊരു കൂട്ടം കിളികൾ സ്നേഹം പകർന്നു നൽകാനെത്തി മറ്റൊരു കൂട്ടം കിളികൾ സ്നേഹം പകർന്നു നൽകാനെത്തി ദേശമനേതായാലും നമ്മൾ കറവകളെന്ന തുണീര് അതിരുകളേതായാലും നമ്മൾ ഒന്നാടുന്ന തുണീര്. നമ്മളൊരു ഡയറി എഴുതാൻ പോവാണ്. എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ ഇന്ന് കണ്ട കാഴ്ച ഇവിടെ വന്നു. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇന്ന് ഞങ്ങളുടെ ക്ലാസ് കിട്ടി ആയിരുന്നു. അവിടെ ഞങ്ങളുടെ പ്രോഗ്രാം ഉണ്ടായിരുന്നു, ദൃശ്യാവിഷ്കാരം ഉണ്ടായിരുന്നു. ഞാൻ കിളിയായിട്ടാണ് നിന്നത്. അതായിരിക്കുമല്ലോ ഒരു കുട്ടിയെ പറയാം. അപ്പോൾ അത്രയും ഒരു 2 or 3 സെന്റൻസ് അതാണ് നമ്മൾ എഴുതേണ്ടത്. ഒരു ഉദാഹരണം കൂടി പറയുകയാണെങ്കിൽ നോട്ട്ബുക്കിലാണ് എഴുതുന്നത്. പുതിയ നോട്ട്ബുക്ക് അതിനുവേണ്ടി എടുക്കണം. ഡയറിക്ക് ഈ ഒരു പോർഷനിൽ ഒരു 2 ലൈനോ 3 ലൈൻ സെൻറ്റൻസുകൾ എഴുതുക. താഴെയായിട്ട് അതിൻ്റെ എന്തെങ്കിലും സിമ്പിളായിട്ട് കുട്ടികൾക്ക് വരക്കാൻ പറ്റുന്ന ഒരു പടം. ടീച്ചറുടെ ഡയറി എഴുതാൻ ഒരു പെൻസിലിൻ്റെ ടെൻഷനായിരുന്നു. എഴുതിപ്പിക്കുന്നു ടീച്ചർ പറഞ്ഞു കൂടി എഴുതാൻ മതി, തെറ്റിപ്പോൾ ശരിയാക്കി കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. ഞാനും അങ്ങനെ എഴുതുന്നു. അവിടെ എഴുതി ഞാൻ തിരുത്തി കൊടുത്തു. പിന്നെ ഓർത്ത് നല്ല വൃത്തിയായിട്ട് അക്ഷരങ്ങൾ എഴുതാനും വായിക്കാനും എല്ലാം പറ്റും. കാണുന്ന കാര്യങ്ങൾ അവർക്ക് പറയാൻ ഇഷ്ടമുണ്ടായിരിക്കും. അത് അവർ എഴുതാനും അത് വായിക്കാനും അവർക്ക് ഇഷ്ടമുണ്ടാകും. പാഠഭാഗങ്ങളിൽ ഏതോ ആളുകൾ ഡിസൈൻ ചെയ്ത പാഠഭാഗങ്ങൾ അത് ആരോ എഴുതിയ കവിതകൾ വായിക്കാൻ കുട്ടികൾക്ക് താല്പര്യമില്ല. And teachers and my dear parents, thank you.